Hi friends, ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ അനദർ പില്ലറായ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ദ ബേസിക് എക്സാമ്പിൾ ഈസ് നമ്മുടെ റിമോട്ട് കൺട്രോൾ. നമ്മൾ റിമോട്ട് കൺട്രോൾ എടുത്ത് ടി വിയുടെ നേരെ പിടിച്ച് റിമോട്ട് കൺട്രോളിലെ ബട്ടൺസ് പ്രസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ടി വിയിൽ ചാനൽസ് മാറ്റാനോ വോളിയൂംസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഫങ്ഷനാലിറ്റീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ ആസ് എ യൂസർ ഓഫ് ദ റിമോട്ട് കൺട്രോൾ ഓർ ദ ടി വി നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്. നമ്മൾ റിമോട്ടിലെ ബട്ടൺസ് പ്രസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ടി വിയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നതിന് പിന്നിൽ ദർ ഇസ് എ കോംപ്ലക്സിറ്റി അല്ലെ, കുറച്ച് അധികം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ യൂസർ ആയിട്ടുള്ള നമ്മൾ അറിയുന്നേയില്ല അല്ലെ. ഇതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷനും ചെയ്യുന്നത്. അതായത് യൂസ് ചെയ്യുന്ന യൂസറിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി മാത്രം ആ യൂസറിന് കാണിക്കുകയും അതിൻ്റെ പിന്നിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് യൂസറിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യാൻ നമ്മളെ ക്യാപ്പബിൾ ആക്കുന്ന ഒരു ഫീച്ചറാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എക്സാമ്പിൾ നമ്മൾ ഒരു കാറ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറിൻ്റെ സീറ്റിൽ കയറിയിരുന്ന് നമ്മുടെ കാറിൽ കീ ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യും. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കാർ സ്റ്റാർട്ടായി, നമ്മൾക്ക് അത്രേ അറിയുള്ളൂ. പക്ഷെ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് എൻജിൻ സ്റ്റാർട്ട് ആവുന്നത്, എങ്ങനെയാണ് ഫ്യൂവൽ എൻജിനിൽ എത്തുന്നത്, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടാവും അല്ലേ. അതൊന്നും നമ്മൾ അറിയുന്നില്ല. നമുക്ക് ആസ് എ യൂസർ നമുക്കറിയാവുന്നത് ബട്ടൺ പ്രസ് ചെയ്താൽ കാർ സ്റ്റാർട്ടാവും എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഒരു കാറ് വർക്ക് ചെയ്യാൻ കുറേ കോംപ്ലക്സിറ്റീസ് ഉണ്ട് അതിൻ്റെ പിന്നിൽ. ആ കോംപ്ലക്സിറ്റീസ് എല്ലാം നമ്മളെന്ന് പറയുന്ന യൂസറിൽ നിന്ന് ഹൈഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം അല്ലെങ്കിൽ ആ ഫങ്ഷണാലിറ്റീസ് മാത്രം അറിഞ്ഞ് അതിനെ യൂസ് ചെയ്യാൻ അത് നമ്മുടെ ലൈഫ് കുറേ എളുപ്പമാക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എത്രയോ കാര്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ കോംപ്ലക്സിറ്റീസ് നമ്മളിൽ നിന്ന് ഹിഡൻ ആയതുകൊണ്ട് നമ്മുടെ ലൈഫ് സിമ്പിൾ ആകുന്നു. അങ്ങനെ സിമ്പിളാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ അല്ലേ. അപ്പം അതിന് പകരം ഇത് ഈ കാറിലെ ഓരോ കോംപ്ലക്സിറ്റീസും നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ലൈഫ് ഇത്ര ഈസി ആവില്ല. ഇത് തന്നെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷനിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യാമെന്ന് നമുക്കൊരു കോഡ് സ്നിപ്പറ്റ് വഴി നോക്കാം. ഇതൊരു C++ ലോജിക്കാണ് ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ക്ലാസ് ഉണ്ട്, കാർ എന്ന് പറയുന്ന ക്ലാസ്. ആ ക്ലാസ്സിന് ഒരു പബ്ലിക് മെത്തേഡ് ഉണ്ട് സ്റ്റാർട്ട്, ഒരു പ്രൈവറ്റ് മെത്തേഡ് ഉണ്ട് ചെക്ക് എൻജിൻ. ഇത്രയാണ് നമുക്ക് ആ ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി അതിൻ്റെ എക്സിക്യൂഷൻ നോക്കുകയാണെങ്കിൽ മെയിൻ പ്രോഗ്രാമിങ്ങിൽ നിന്ന് എക്സിക്യൂഷൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു, മൈ കാർ. ആൻഡ് ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കാറിൻ്റെ പബ്ലിക് മെത്തേഡായ സ്റ്റാർട്ടിനെ കോൾ ചെയ്യുന്നു. ഇപ്പോൾ പ്രോഗ്രാം കൺട്രോൾ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡിൽ എത്തുന്നു. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് അതിനകത്ത് നിന്നുകൊണ്ട് ചെക്ക് എൻജിൻ എന്ന് പറയുന്ന പ്രൈവറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രൈവറ്റ് മെത്തേഡ് ഔട്ട്പുട്ടിൽ എഴുതുകയാണ് ചെക്കിംഗ് എൻജിൻ. ഇതൊരു ടെസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമ്മളിവിടെ ലോജിക്കൊന്നുമില്ല. അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻജിൻ ചെക്ക് ചെയ്യാനും അതിൻ്റെ പിന്നിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ മെത്തേഡിലായിരിക്കും വരിക. അതിനുശേഷം തിരിച്ച് കൺട്രോൾ കോൾ ചെയ്ത പ്രോഗ്രാമായ സ്റ്റാർട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് കാർ സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടുന്നു. അത് കഴിഞ്ഞ് കൺട്രോൾ തിരിച്ച് ഇവിടെ മെയിൻ പ്രോഗ്രാമിൽ വന്നു. ഇവിടെ വേറെ ലോജിക്കൊന്നും ഇതിന് ശേഷം ഇല്ലാത്തത് കൊണ്ട് എൻഡ് ആവുന്നു. ഇതിൽ എങ്ങനെ ഡേറ്റ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ പ്രോഗ്രാമിന് ചെക്ക് എൻജിൻ എന്ന് പറയുന്ന ഈ പ്രൈവറ്റ് മെത്തേഡിനെ അറിയില്ല. ഈ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് നമുക്ക് ആ മെത്തേഡിനെ കോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ മൈ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ചെക്ക് എൻജിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എറർ കിട്ടും. ബിക്കോസ് മെയിനിന് അറിയേയില്ല ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്നും അതിനെ സ്റ്റാർട്ട് കോൾ ചെയ്യുന്നുണ്ടെന്നും ഒന്നും അറിയേണ്ട ഒരു ആവശ്യവുമില്ല. അത് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ആ ക്ലാസ്സിലുള്ളവർ മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ ഒരു മെത്തേഡ് അവിടെ ഉണ്ടെന്ന്. പുറത്തുള്ളവർ ആ കാര്യമേ അറിയണ്ട. പുറത്തുള്ള മെയിൻ മെത്തേഡിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു മെത്തേഡിനെ മാത്രം കോൾ ചെയ്താൽ മതി, സ്റ്റാർട്ട്. പിന്നെ സ്റ്റാർട്ട് നോക്കിക്കോളും ആ സ്റ്റാർട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സിനെ കോൾ ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് എല്ലാം ഈസ് ഓൾറെഡി ടേക്കൺ കെയർ ബൈ ദി സ്റ്റാർട്ട് മെത്തേഡ്, സോ ദാറ്റ് ദി മെയിൻ മെത്തേഡ് have need not worry about the hidden details or the complexities of the implementation.
ഇതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇതേ സെയിം സംഭവം തന്നെ ഇവിടെ പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ഞാൻ വേറൊരു ലോജിക്കായിട്ട് എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് സിൻടാക്സിൽ മാത്രമുള്ളൂ ഡിഫറൻസ്. ഇതിൽ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ ആക്സസ് സ്പെസിഫൈസ് ആയ പബ്ലിക് പ്രൈവറ്റ് ഉപയോഗിച്ചിട്ടാണ് C++ൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തതെങ്കിൽ ഇവിടെ ഇത് ഒരു ഇന്റേണൽ മെത്തേഡ് ആണെന്ന് കാണിക്കാൻ ദേ ചെക്ക് എഞ്ചിന്റെ മുമ്പിൽ ഒരു അണ്ടർസ്കോർ ഉണ്ട്. ഈ അണ്ടർസ്കോർ ആണ് ഇതൊരു ഇന്റേണൽ മെത്തേഡ് ആണെന്ന് ഡിഫൈൻ ചെയ്യുക പൈത്തണിൽ. ബാക്കി സിൻടാക്സിലുള്ള ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. സെയിം സംഭവം തന്നെ. കാറിന്റെ ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് മെത്തേഡിനെ കോൾ ചെയ്യുന്നു, സ്റ്റാർട്ട് ചെക്ക് എഞ്ചിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ആദ്യം ചെക്കിംഗ് എഞ്ചിൻ എന്ന് പറയുന്ന മെസ്സേജ് വരുന്നു, കാർ സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന മെസ്സേജ് വരുന്നു. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. സോ ഇതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് യൂസറിൽ നിന്ന് അതിന്റെ കോംപ്ലക്സിറ്റീസും ഡീറ്റെയിൽസും എല്ലാം ഹൈഡ് ചെയ്ത് യൂസറിന് എന്താണോ റെലവെന്റ് ആ ഇൻഫർമേഷൻ, എന്താണോ യൂസർ അറിയേണ്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി, അത് മാത്രം യൂസറിന് വിസിബിൾ ആക്കാൻ നമ്മളെ എനേബിൾ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലെ ഒരു പില്ലറാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. I hope this video helped you. If yes, please do share, like, and subscribe. Thank you.